അപ്പോൾ സൺഡേ ആയതുകൊണ്ട് വെറുതെ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു കറി ഉണ്ടാക്കാൻ പറഞ്ഞു. എന്തായാലും ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊരു മഷ്റൂം കറി തന്നെ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം? മഷ്റൂംസ് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഷ്റൂമിനെ ഒന്നെടുത്തിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാക്കുക. അതിൻ്റെ പേര് അറിയില്ലാത്തവരുണ്ടോ? പിന്നെ തക്കാളി എടുക്കുക, കുറച്ച് കാഷ്യൂനട്ട് കുതിർത്തെടുത്തിട്ട് അതൊന്ന് അടിച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ സ്റ്റൗ കത്തിക്കുക, എണ്ണ ഒഴിക്കുക, നെയ്യ് ഒഴിക്കുക. കുറച്ചൊക്കെ ഉപയോഗിക്കാൻ കേട്ടോ, ഭയങ്കര ഹെൽത്ത് കുട്ടന്മാരിപ്പോൾ ആവണ്ട. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക്, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് ഏലക്ക, നമ്മുടെ ബേ ലീവ്സ് അതൊക്കെ ഇടുക. അത് കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ച് നോക്കുക എന്തെങ്കിലും ഇടാനുണ്ടോയെന്ന്. ഇടാൻ ബാക്കിയുണ്ടായിരുന്നു. ഒരു വറ്റൽ മുളക് പൊട്ടിച്ചിടുക. കറക്റ്റ് സമയം. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കടുവര, പിന്നെ സവാള ഇട്ട് അതും കടുവര. പിന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കാഷ്യൂനട്ട് പേസ്റ്റ് ഇടുക. വീണ്ടും മുളക് പൊടി, മല്ലിപ്പൊടി, റിപ്പീറ്റ് ദ പ്രോസസ്സ്. അതിനുശേഷം ഉപ്പിടാൻ മറക്കരുത് കേട്ടോ, അതിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മഷ്റൂം ഇടുക. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടില്ലെങ്കിൽ അതിന് വിഷമമായാലോ. പിന്നെ നമ്മളിങ്ങനെ ഊതി നോക്കിയിട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് ടേസ്റ്റ് ചെയ്താൽ അടിപൊളി.